അവതരണം തുടങ്ങുന്നതിന്റെ മുന്നോടിയായി പിതാവ് മെച്ചപ്പെടുത്തുന്നു. ഇതൊരു വിമർശന കഥാരൂപമാണ്. പുരുഷൻ അവതരിപ്പിക്കുന്ന കൂത്താണ് ചാക്യാർകൂത്ത്. കൂത്ത് അവതരിപ്പിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ നങ്കാർകൂത്ത് എന്നാണ് പറയുക. നന്ദി. ഓട്ടത്തുള്ളൽ സാധാരണക്കാരന്റെ കഥകളി എന്ന് വിശേഷിപ്പിക്കുന്ന കലാരൂപമാണ് ഓട്ടത്തുള്ളൽ. കുഞ്ചൻ നമ്പ്യാരാണ് ഈ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്. ചാക്യാർകൂത്തിന്റെ പഠനമാണ് കുഞ്ചൻ നമ്പ്യാർ ഓട്ടത്തുള്ളൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓട്ടത്തുള്ളലിന്റെ കഥകളിയോട് ഒരുപാട് സാമ്യമുള്ളതാണ്. കഥകളി എന്ന വൃത്തമാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന് 3 തരം തുള്ളലാണുള്ളത്. ഓട്ടത്തുള്ളൽ, പറയത്തുള്ളൽ, ശീലത്തെ തുള്ളൽ. 3 തരം തുള്ളലിന്റെ വേഷവിധാനം വ്യത്യസ്തമാണ്. നന്ദി. കൂടിയാട്ടം ലോകപരിചിതമായ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു. 800 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കലാരൂപമാണിത്. ചാക്യാർകൂത്ത് ഒരാൾ അവതരിപ്പിക്കുന്നത് പോലെ ഒന്നിലധികം ആളുകൾ അവതരിപ്പിക്കുന്നതാണ് കൂടിയാട്ടം. ചാക്യാർമാരും നങ്ങിയന്മാരും കൂടി സംസ്കൃത നാടകമായി അഭിനയിക്കുന്നു. പിതാവ്, കുഴിത്താളം, ഇടയ്ക്ക, ശംഖ്, കൊമ്പ് എന്നീ വാദ്യങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പൂർണ്ണരൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ 41 ദിവസങ്ങൾ ആവശ്യമാണ്. തെയ്യം പുരാതന കാലം മുതൽ വടക്കൻ കേരളത്തിൽ നിലനിന്നു പോരുന്ന ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം. ചിലയിടങ്ങളിൽ ഇത് കളിയാട്ടം എന്നും പറയുന്നു. ആടയാഭരണങ്ങൾ അണിയ തെയ്യത്തിന് തെയ്യക്കോലം എന്നും അനുഷ്ഠാന കലയെ തെയ്യാട്ടം എന്നും പറയുന്നു. തെയ്യാട്ടം സാധാരണയായി ഗ്രാമങ്ങളിലെ പ്രധാന സ്ഥലങ്ങളിലോ തറവാട് വീടുകളിലോ ആണ് അവതരിപ്പിക്കുന്നത്. ചെണ്ട, ഇലത്താളം, കുഴൽ എന്നിവയാണ് വാദ്യോപകരണങ്ങൾ. വിഷ്ണുമൂർത്തി, മുത്തപ്പൻ, ഭഗവതി എന്നിവ മലബാറിലെ തെയ്യങ്ങളാണ്. തെയ്യത്തിന് ഉപയോഗിക്കുന്ന പാട്ടുകൾക്ക് തോറ്റപ്പാട്ടുകൾ എന്ന് പറയുന്നു. ഈ പാട്ടുകളിൽ ദൈവങ്ങളുടെ കഥകളും ഐതിഹ്യങ്ങളും വിവരിക്കുന്നു. നന്ദി. മംഗളങ്ങളി വിവാഹ ആഘോഷവുമായി ബന്ധപ്പെട്ട നൃത്തകലാരൂപമാണ് മംഗളങ്ങളി. കേരളത്തിൽ മാവിലൻ, മലവേട്ടവൻ തുടങ്ങിയ സമുദായങ്ങൾക്കിടയിലാണ് ഈ സംഗീത നൃത്ത കലാരൂപം പ്രചാരത്തിലുള്ളത്. തുടി എന്ന വാദതാളത്തിന്റെ അകമ്പടിയോടെയാണ് മംഗളങ്ങളിലെ പാപ്പയും നൃത്തവും അരങ്ങേറുന്നത്. വിവാഹ പന്തലിലാണ് സാധാരണയായി ഈ കലാരൂപം അവതരിപ്പിക്കാറുള്ളത്. നൃത്തസംഘത്തിൽ 30ഓളം പേരുണ്ടായിരിക്കും. മലയാളത്തെ കൂടാതെ തുളു ഭാഷയിലും മംഗളങ്ങളി പാട്ടുകൾ നിലവിലുണ്ട്. നന്ദി.